വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ പപ്പിയങ്ങ് ഒരുപാട് വഴക്ക് പറയും ഉപദ്രവിക്കുകയൊക്കെ ഭാമ ചെയ്യുമ്പോൾ വിഷ്ണു ഒന്ന് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം ഇവളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും, നിങ്ങൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പപ്പിയെ ഭാമ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അന്നേരം പേടിച്ച് കുട്ടി ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ സകല വൃത്തികേടുകൾക്കും നിൽക്കുന്ന കൂട്ടുകാരി എന്നൊക്കെ പറയുമ്പോൾ സത്യ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാ വേലത്തരവും കാണിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ പേര് എന്നിങ്ങനെ അങ്ങോട്ട് ഭാമ പുച്ഛിക്കുകയാണ്. രാഘവൻ നായർ അങ്ങോട്ട് ചിരിച്ചു കാണിച്ചിട്ട് പറയുകയാണ്, പേരിനെ പുച്ഛിക്കുകയൊന്നും വേണ്ടാന്ന്, നിന്റെ പേരും അത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, ആ കുരിപ്പ് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ അത്ര മോശമായിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭാമയെ അങ്ങ് എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭാമയാണെങ്കിൽ ഒന്നും സമ്മതിക്കുന്നില്ല. തുടർന്ന് പറയുകയാണ്, നിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, നാളെ മുതൽ നിനക്ക് പഠിത്തമില്ല, നീ സ്കൂളിൽ പോകണ്ട, നിന്റെ പഠിത്തം നിർത്തിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ കുട്ടി പറയുകയാണ്, അവളോട് കൂട്ടുകൂടരുത് എന്ന് പറയുമ്പോൾ ഞാനിനി ഒരു കുരുത്തക്കേടും കാണിക്കില്ല, സത്യയോടും പറയാം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്, ഞങ്ങളെ കൂട്ടുകൂടാൻ അനുവദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കൂട്ടുകൂടണമോ? ആ കുട്ടിയോട് കൂട്ടുകൂടേണ്ട ആവശ്യമൊന്നുമില്ല, അവളൊക്കെ വളർന്നു വരുമ്പോൾ ക്രിമിനലായിട്ടാണ് മാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ് ഈ കുട്ടിയെ. പഠിത്തം നിർത്താനായിട്ട് ആദ്യമേ പറയുന്നില്ല. അന്നേരം കുഞ്ഞുങ്ങളെ തമ്മിൽ പിരിയിക്കേണ്ടോ, അതൊക്കെ കുഞ്ഞുങ്ങളല്ലേ, ഇങ്ങനെ കണ്ടും കേട്ടും തന്നെയാണ് വളരേണ്ടത്, അതൊക്കെ പറഞ്ഞു തിരുത്തുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നീ എന്നെ പറഞ്ഞു തിരുത്താനൊന്നും വരണ്ട, നിന്നേക്കാൾ കൂടുതൽ ഓണം ഞാൻ കുറേ ഉണ്ടതാണ് എന്ന് പറയുമ്പോൾ വിഷ്ണുവിനോട് ഇങ്ങനെ തട്ടിക്കയറുകയാണ് ഭാമ. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഓണം കുറേ ഉണ്ടിട്ടൊന്നും കാര്യമില്ല ഭാമയെ, നല്ല അറിവ് വേണം, കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ തത്വജ്ഞാനമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ തൊഴുതൊക്കെ കാണിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ആകെ ഭാമയും അല്ല വിഷ്ണുവും രോഹിത്തും ശ്യാമയും ഒക്കെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിൻ്റെ പഠിത്തം തീർന്നു, ഇന്നത്തോടെ നിർത്തുകയാണ് എന്നിങ്ങനെ ഭാമ കുട്ടിയോട് പറയുമ്പോൾ അയ്യോ അങ്ങനെ പറയല്ലേ സത്യാമ്മ, എനിക്ക് പഠിക്കണം, വിഷ്ണു വെച്ചാൽ പറ, എന്നെ പഠിക്കാൻ വിടണമെന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ ഈ തീരുമാനം ശരിയല്ല അമ്മയെന്ന് ഇങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. അന്നേരം രോഹിത്തും പറയുകയാണ്, സത്യമേ പ്ലീസ് കുട്ടിയെ പഠിക്കാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ ക്ലാസ്സിൽ കണ്ടേനെ, ഇങ്ങനെ കാട് തണ്ടി നടക്കുമായിരുന്നോ എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമയോട് പറയുന്നുണ്ട്, മേലാൽ ഇവൾക്ക് ഫോൺ കൊടുക്കരുതെന്ന്. അന്നേരം അത് സത്യാമ്മയെന്ന് പറയുമ്പോൾ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി കേട്ടോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിന് മനസ്സിലായി എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്കും രോഹിത്തിനും ഒന്നും സത്യഭാമയുടെ തീരുമാനം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വിഷ്ണുവുമൊക്കെ അമ്മ ഇത് എന്നൊക്കെ പറയുമ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വാ മോളെ എന്നിങ്ങനെ ശ്യാമ കുട്ടിയെ വിളിക്കുമ്പോൾ അമ്മയെ സത്യാമ്മയോട് പറ, എനിക്ക് സ്കൂളിൽ പോകണം, പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ കുട്ടി സങ്കടത്തോടെ പറയുമ്പോഴും വാ അമ്മ പറയട്ടെ, മോള് വാ എന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ സങ്കടത്തോടു കൂടി ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. രോഹിത്തിനോട് പറയുകയാണ്, നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ ഭാമ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുകയാണ്. എന്നാൽ രോഹിത്ത് ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലടാന്ന് പറയുകയാണ്. തുടർന്ന് രോഹിത് അനുസരണയുള്ളതുപോലെ അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും ഭാമയോട് ആ തീരുമാനം മാറ്റാനായിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ വേണ്ട, ഈ കാര്യത്തിൽ ആരും എന്നോട് പറയണ്ട, ഇവിടെ ഭാമയുടെ തീരുമാനങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടനോടും കൂടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരിക്കലും നന്നാവില്ല എന്നിങ്ങനെ രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. രോഹിത്തും ശ്യാമയും പപ്പിയും ഒക്കെ മുകളിലേക്ക് പോയി. വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ ശാലിനിയാണെങ്കിൽ ആകെ വിഷമിച്ച് സത്യയെ തല്ലിയതിലും പിന്നീട് കാട്ടിൽ വെച്ച് സത്യ പറഞ്ഞതൊക്കെ ഓർമ്മിക്കുകയാണ്. പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ച് കിട്ടാനാണ് ആർട്ടിസ്റ്റെങ്കിലിനെ തേടിയാണ് വന്നതെന്നൊക്കെ ഓർത്ത് ശാലിനി അങ്ങ് കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ അവിടത്തേക്ക് കയറി വരികയാണ്. ശാരദാമ്മയ്ക്കും ശാലിനിയോട് അങ്ങനെ ആദ്യം നേരത്തെ പറഞ്ഞതിലൊക്കെ ഒരുപാട് വിഷമമുണ്ട്. അന്നേരം ശാരദാമ്മയോട് സങ്കടത്തോടെ ശാലിനി ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളെ എന്തിനാണ് തെറ്റെന്ന് പറഞ്ഞങ്ങ് ഒതുക്കുന്നത്, ഇനിയും തിരുത്താനായിട്ട് സാധിക്കും, മോള് തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും നേരെയാവും, സത്യയെയും കൂട്ടിക്കൊണ്ട് സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലണം, വിഷ്ണുവിൽ നിനക്ക് പിറന്ന കുട്ടിയാണ് സത്യ എന്ന് പറയണം, പപ്പിയും രോഹിത്തും ശ്യാമയും ഒക്കെ ഒരു കുടുംബമായിട്ട് താമസിക്കുകയല്ലേ, അവരെ അങ്ങനെ തന്നെ താമസിച്ചോട്ടെ, ആർക്കും ഒരു കോട്ടവും സംഭവിക്കില്ല, ഈ സത്യം പറയുന്നത് കൊണ്ട് ആകാശം അങ്ങ് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ അങ്ങ് വീണ് പൊയ്ക്കോട്ടെ, അതിനെ താങ്ങി നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ, ഒരു നുണയല്ല, ഒരു സത്യം മറച്ചു വയ്ക്കുന്നതുകൊണ്ടുള്ള പരിണിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നിന്റെ 2 കുഞ്ഞുങ്ങളെ കാണാതായിട്ട് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്, എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി, വിഷ്ണുവിനെ അവൻ്റെ കുടുംബം തിരികെ നൽകണം, സത്യയ്ക്ക് അവളുടെ
അവളുടെ അച്ഛനെ വേണം. വിദേശത്ത് എവിടെയോ ജോലി ചെയ്യുന്നു എന്നാണ് സത്യ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് അച്ഛൻ വേണ്ടേ? മോള് വിചാരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മോളൊന്ന് ശ്രമിക്കുക, ഒന്ന് അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ശാലിനിയെ അങ്ങ് തൊഴുകയാണ്. നല്ല ശാലിനിയെ അങ്ങ് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുകയും തൊഴുന്ന കൈയൊക്കെ മാറ്റിയിട്ട് അമ്മയെന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ നിൽക്കുകയാണ്. അന്നേരം മോളിപ്പോൾ സമാധാനമായിട്ട് ആലോചിച്ച് എന്നിട്ട് കിടന്നുറങ്ങ്, നാളെ രാവിലെ സത്യാമ്മയെ കാണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് റൂം വിട്ട് പോവുകയാണ്. അന്നേരവും ശാലിനിയാണെങ്കിൽ എന്ത് ചിന്തിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ്. തുടർന്ന് രാത്രി മുഴുവൻ ശാലിനി ഇരുന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ആ ആലോചനയിൽ മുഴുവൻ വരുന്നത് സത്യഭാമയ്ക്ക് വിഷ്ണു സത്യം ചെയ്ത് കൊടുത്തതും ഇനി ഒരിക്കലും ശാലിനിയെ കാണില്ല, അന്ന് അമ്മയുടെ ശവം വീഴുമെന്നുള്ള ആ കാര്യങ്ങളും, പിന്നീട് വിഷ്ണുവിനെ കണ്ടതും വിഷ്ണു വണ്ടിയുടെ പിന്നാലെ ഓടിയതും അന്വേഷിച്ച് കളക്ടറേറ്റിൽ വന്നതും കുടുംബശ്രീയിൽ വന്നതും ഒക്കെ തന്നെ കാണാനാവാതെ വിഷ്ണു വിഷമിച്ചു പോയതും ഒക്കെ ഓർക്കുമ്പോൾ ശാലിനി അങ്ങ് കരയുകയാണ്. നന്നായിട്ട് കരഞ്ഞാകെ വിഷമിച്ച് തളർന്ന് ശാലിനി ഇരിക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഹാളിൽ പിള്ളയും രോഹിത്തും ഭാമയും ഒക്കെയുണ്ട്, രാഘവൻ നായരും ഒക്കെ ഉണ്ട്. പിള്ളയാണെങ്കിൽ എന്തോ കമ്പനിയിലെ കണക്കൊക്കെ ഭാമയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഓരോന്നോരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം ശ്യാമയാണെങ്കിൽ പത്മിനിയെ ഒരുക്കിക്കൊണ്ട് സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ ആയിട്ട് ഒരുക്കിക്കൊണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം ഇത് കാണുമ്പോൾ ഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം മുഴുവൻ അങ്ങ് പിള്ളയോട് തീർക്കുകയാണ്. അന്നേരം അതിൽ വിശദമായിട്ടൊന്നും എഴുതിയിട്ടില്ലല്ലോ കണക്കെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ പോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ബുക്ക് അങ്ങ് നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. കഴിഞ്ഞ മാസത്തെ പോലെയാണെങ്കിൽ പിന്നെ കാണിക്കണ്ടല്ലോ, എന്തിനാ ഇതും പൊക്കി പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ പിള്ളയോടാണ് കയർക്കുന്നത്. പക്ഷേ ഭാമയ്ക്ക് ദേഷ്യം ശ്യാമയോടാണ്, ആ കുട്ടിയെ കൊണ്ടുവന്നതിലാണ്, ഒരുക്കി സ്കൂളിലേക്ക് വിടാൻ കൊണ്ടുവന്നതിലാണ്. അന്നേരം എന്തിനാ നിനക്കത്ര ദേഷ്യം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ ആരായാലും അനുസരിക്കാൻ പഠിക്കണം, ആരായാലും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് നമുക്ക് മോളെ തിരിച്ചു പോകാമെന്നിങ്ങനെ പപ്പിയോട് പറയുകയാണ്. അന്നേരം അപ്പോൾ ഒന്ന് സ്കൂളിൽ പോകണ്ടേ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ അച്ഛമ്മയുടെ മൂഡ് ശരിയല്ല, ഇന്ന് നമുക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് കുട്ടിയും കൊണ്ട് തിരിച്ചു പോകാനായിട്ട് മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് പപ്പിയും ശ്യാമയും അവിടെ നിന്നേന്ന്. തുടർന്ന് ഭാമയോട് പറയുന്നുണ്ട് കുട്ടിയെ ഒരുക്കിക്കൊണ്ട് വന്നത് നീ കണ്ടില്ലേ, സ്കൂളിലേക്ക് വിടാനാണെന്ന്. അന്നേരം അതിന് എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ അതിനുള്ള അനുവാദം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരുക്കിക്കൊണ്ട് വന്നതിന് ശേഷമാണോ അനുവാദം ചോദിക്കേണ്ടതെന്ന് ഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇക്കാലത്ത് സ്കൂളിലേക്ക് വിടാതിരിക്കാൻ, പഠിപ്പ് നിർത്താമെന്നൊക്കെ ഒരു ഭംഗി വാക്കായിട്ട് പറയാനായിട്ട് സാധിക്കും. പക്ഷെ അതൊന്നും സാധ്യമല്ല, കുട്ടികൾ 4 അക്ഷരം പഠിക്കണ്ടേ, അല്ലാതെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭംഗിവാക്കായിട്ട് ഈ സത്യഭാമ ഒന്നും പറയാറില്ല, അല്ലെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. ഇതേസമയം പപ്പിയുടെ ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യയും പത്മിനിയെയും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭാമ പ്രിൻസിപ്പലിനെയാണ് ഫോൺ ചെയ്യുന്നത്. അന്നേരം പത്മിനിയെ സ്കൂളിലേക്ക് അയക്കുന്നില്ലേ ചോദിക്കുമ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ഉണ്ടായ മെൻ്റൽ ഷോക്കും എല്ലാമൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് പതി അയച്ചാൽ മതി, ഹാജരൊന്നും പ്രശ്നമാക്കണ്ട എന്നിങ്ങനെ പ്രിൻസിപ്പൾ പറയുമ്പോൾ ഇനി പത്മിനിയെ സ്കൂളിലേക്ക് അയക്കുന്നില്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയും പപ്പിയും രോഹിത്തും പിന്നെ രാഘവൻ നായരും ഒക്കെ ഒരുപോലെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം അത് സത്യാമ്മയും ചോദിക്കുമ്പോൾ പത്മിനിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, അവളുടെ മനസ്സ് നോവുന്ന എന്തെങ്കിലും ഉണ്ടായാലും ഒരു കാടിളകി വരുമെന്ന്, അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്ന് പറയുമ്പോൾ അത് ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ കുറ്റം നിങ്ങളുടേതല്ലല്ലോ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. ആ സത്യയുടെ അല്ലേ, ആ കുട്ടി അവിടെ ഉള്ളിടത്തോളം കാലം അത് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ കുട്ടിയുടെ സ്കൂള് മാറ്റുമ്പോൾ സത്യഭാമയുടെ കൊച്ചുമകൾ എന്തിനാണ് ആ സ്കൂളിൽ നിന്ന് പോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, പിന്നെ നിങ്ങൾക്ക് ഒരു ആമത്താഴിട്ട് ആ സ്കൂള് പൂട്ടുകയേ നിവർത്തിയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് സത്യാമ്മയെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് ഇത്തവണത്തേക്ക് സത്യഭാമ ക്ഷമിച്ചിരിക്കുകയാണ്, പക്ഷേ എനിക്ക് സത്യയുടെ അമ്മയെ കാണണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ അന്തം വിടുകയാണ്. അന്നേരം പ്രിൻസിപ്പളും കൺഫ്യൂഷനിലാവുകയാണ്, ജില്ലാ കളക്ടറുടെ മകളാണ് എന്നൊന്നും അവിടെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അന്നേരം അതേ നിങ്ങൾക്ക് മുന്നിൽ പോകുമ്പോഴേയുള്ളൂ, ഞാൻ അങ്ങോട്ടത്തേക്ക് വരികയാണ്, ബാക്കി അവിടെ വന്നിട്ട് സംസാരിക്കാം. ഞാൻ വരുമ്പോൾ ഒന്നുകിൽ സത്യഭാമയുടെ അമ്മ അവിടെ കാണണം, ഇല്ലെങ്കിൽ പത്മിനിക്കുള്ള TC ഇവിടെ ഒപ്പിട്ട് വെച്ചേക്കണം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയാൻ തുടങ്ങുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒഴിവഴികൾ. പക്ഷേ സത്യഭാമ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വരികയാണ്, ബാക്കി നേരിട്ട് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഭാമയങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം ആകെ വിഷമിക്കുന്നത് അവിടെ ശ്യാമയാണ്. ശാലിനിയാണല്ലോ സത്യഭാമയുടെ അമ്മ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഈ കുട്ടി തൻ്റെ പപ്പിക്കുട്ടിയെ തൻ്റെ കയ്യിൽ നിന്നും പോകുമെന്നുള്ള വിഷമം ഭയവും ഒക്കെയാണ് ശ്യാമയ്ക്കവിടെ.
തുടർന്ന് ഫോൺ വെച്ച ശേഷം ഭാമ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടു കാണുമല്ലോ, പപ്പിയുടെ പഠിത്തം മുടക്കുന്നില്ല, ഞാനും പോകുന്നു ഇന്ന് സ്കൂളിലേക്ക് സത്യയുടെ അമ്മയെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ആകെ വിഷമിച്ച് എന്ത് ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ശ്യാമ നിൽക്കുന്നുണ്ട്. തുടർന്ന് സ്കൂളിലെ പ്രിൻസിപ്പൾ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഈ മോർണിംഗ് ഗുഡായിരിക്കാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടുത്തെ ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളും CCTV ഒക്കെ ഉണ്ടായിട്ടും 2 കുട്ടികൾ സ്കൂളിൽ നിന്നും പുറത്ത് പോവുകയും ദൂരെയുള്ള കാടിൽ പോയി ഒരു രാത്രി ചിലവഴിക്കുകയും എന്നൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് മാഡത്തിന് ഉദ്ദേശിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരു പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുണ്ട്. പക്ഷേ അതിനൊന്നും ഇവിടെ കഴിയില്ലല്ലോ, മാഡത്തിൻ്റെ ചില വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനീ പറയാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സംസാരം കുറച്ച് നീളുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മാഡം പറഞ്ഞു വരുന്നത്. ഈ സത്യയുടെ പാരൻറ്റ് സത്യാമ്മയാണെങ്കിൽ മാഡത്തെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അന്നേരം അതെന്തിനാ സത്യാമ്മ എന്നെ കാണുന്നതെന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് മാഡത്തിന് തന്നെ അറിയാമല്ലോ, സത്യമാണ് ആ കുട്ടിയെ കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അയ്യോ അത് നമ്മൾ ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നതല്ല, അവർ പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് തിരിച്ച് പറയാനായിട്ട് വാദമുഖങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും മാഡം തന്നെ പറഞ്ഞ് അവരോട് പറഞ്ഞു തീർക്കണം, അവർക്ക് സത്യയുടെ പാരൻറ്റിനെ കണ്ടേ പറ്റൂ എന്നാണ് പറയുന്നത്, മാഡം തന്നെ വന്ന് പ്രശ്നം പരിഹരിച്ചാൽ മാഡത്തിൻ്റെ തിരക്കുകളൊക്കെ അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി തന്നെ തീരുമാനം പറയുന്നുണ്ട്. ശരി വരാം എന്ന് പറയുകയാണ്. അന്നേരം താങ്ക് യു മാഡം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി സത്യഭാമയെ കാണാമെന്നവിടെ തീരുമാനിക്കുകയാണ്. തലേ ദിവസം ശാരദാമ്മ പറഞ്ഞതും ഒക്കെ കൂടി ആലോചിച്ച്. പക്ഷേ തുടർന്ന് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഇനി സത്യഭാമ പത്മിനിയും കൂട്ടി വരും. ഇനി സത്യയും കൊണ്ട് ആരാണ് വരുന്നത്, ഇനി ശാലിനി വരുമോ, അതേ ഇനി വീണ്ടും ദേവനെ പറഞ്ഞു വിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.